العظيم الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയരായ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദിയിലെ സർവാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ ബഹുമാന്യരായ സാരഥികളെ, മണിക്കൂറുകളായി ഈ സമ്മേളനം ആവേശപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ പണ്ഡിതോചിതമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയും കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടക്കാനിരിക്കുകയുമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെട്ട വളരെ അഭിമാനകരമായ സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് കർമ്മരംഗത്ത് 100 വർഷം പിന്നിടുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. സമസ്തയോളം പ്രായമുള്ള, സമസ്തയുടെ രൂപീകരണത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ധാരാളം മതസംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മതസംഘടനകളെല്ലാം ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം പറയുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷേ ആ മതസംഘടനകൾക്കെല്ലാം ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ അപജയങ്ങൾ സംഭവിക്കുകയും കടുത്ത ആദർശ പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് അതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശുദ്ധമായ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് വളരെ അഭിമാനപൂർവം യാതൊരു മാറ്റിത്തിരുത്തലുകൾക്കും വിധേയപ്പെടാത്ത വിധം വളരെ സത്യസന്ധമായി അതിൻ്റെ ചരിത്രത്തിലെ 100 വർഷം പൂർത്തീകരിക്കുന്നത്. ഇങ്ങനെ അസൂയാവഹമായ ഒരു വളർച്ച ഒരു സംഘടനക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിയോഗികൾ പല തലത്തിലും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും വികൃതമായിട്ട് ചിത്രീകരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ സ്വാഭാവികമാണ്. സമസ്തക്ക് എതിരായി വരുന്ന ആളുകളുടെ ചരിത്രം സമസ്തയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ചരിത്രത്തിലുടനീളം സമസ്തക്ക് വിമർശകരുണ്ടായിട്ടുണ്ട്, എതിരാളികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തെയും അതിൻ്റെ നേതൃത്വത്തെയും മോശമായി ചിത്രീകരിക്കാൻ പലപ്പോഴും പലവിധ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട്, അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം പിന്നിട്ട് ഇന്ന് അഭിമാനകരമായി ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി, കർമ്മപരമായി മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് കൃത്യമായ ദിശ നിർണയിക്കുന്ന, എല്ലാവരാലും അംഗീകരിക്കുന്ന സത്യസന്ധമായൊരു നേതൃത്വമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. അതോടൊപ്പം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ദൈനംദിനം പുതിയ പുതിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഈ സമുദായത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ വളരെ വൈകാരികമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സമുദായത്തെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ എറിഞ്ഞുകൊടുക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒന്നുമറിയാത്ത ഭാവത്തിൽ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന നിസ്സഹായാവസ്ഥയും സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം നമ്മുടെ സമുദായത്തിന്റെ ഓരോ വിഷയങ്ങളെയും നിയമവിധേയമായി സമാധാനപരമായി ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത പാരമ്പര്യവും ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനകത്തു മാത്രമല്ല സഹോദര സമുദായങ്ങൾക്കിടയിൽ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ നേതൃത്വത്തെക്കുറിച്ച്, നേതൃത്വത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച്, ഇതിന്റെ നേതൃത്വത്തിന്റെ വിവേകത്തെക്കുറിച്ച് ആർക്കും രണ്ടഭിപ്രായമില്ല. എതിരാളികൾക്കിടയിൽ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം മുസ്ലിം സമുദായത്തിന്റെ പൊതുകാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്ന് അത് കൃത്യമായി കാതോർക്കുന്നവരും മനസ്സിലാക്കുന്നവരും അത് ഉൾക്കൊള്ളുന്നവരുമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 വിഷമഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമുദായം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മുസ്ലിം സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധമായ മസ്ജിദ് ഉൾപ്പെടുന്ന ഒരുപാട് ആരാധനാലയങ്ങൾക്കുമൊക്കെ സംരക്ഷണം നൽകുന്ന അതിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ വഖഫ് ചെയ്യപ്പെട്ട ഈ സംവിധാനം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള വിപുലമായ സംവിധാനം നിലന്നു കിടക്കുകയാണ്. ഈ വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡ് രൂപീകരിക്കുകയും ആ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം എന്ന് നിർണയിക്കുന്നതിനു വേണ്ടി ഒരു വഖഫ് ആക്ട് സംവിധാനിക്കുക ചെയ്ത ഒരു രാജ്യമാണിവിടെ. ആ വഖഫുമായി ബന്ധപ്പെട്ട നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഈ വഖഫ് സ്വത്തുക്കൾ മൊത്തം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവർക്കും തട്ടിയെടുക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം നടക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. പാർലമെന്റിൽ അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തെ തുടർന്ന് ഒരു പാർലമെന്റ് ജോയിന്റ് കമ്മിറ്റിയെ നിയോഗിച്ചു. സ്വാഭാവികമായും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ചുകൂടി ആ വിഷയത്തെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു പ്രതീക്ഷിക്കപ്പെട്ടപ്പോ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ, ഭേദഗതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഈ രാജ്യത്തെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വഖഫ് ഭൂമിയുടെ എല്ലാ താല്പര്യങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയിൽ ആ ഭേദഗതി നിയമം പാസാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഭീഷണി. രണ്ടാമത്, നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വിഷയമാണ് ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഏക സിവിൽ കോഡ് പ്രായോഗികമല്ല എന്ന് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു ധാർഷ്ട്യത്തോടുകൂടി ഈ രാജ്യത്ത് അത് നടപ്പിലാക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടമായി ഇന്ത്യയിലെ 13% മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഏക സിവിൽ കോഡ് നടപ്പാക്കി. 13% മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ചുകൊണ്ട് വിവാഹമോചനം ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ അവിടെ ഹിന്ദു സിവിൽ കോഡ് പകർത്തി എഴുതിക്കൊണ്ടാണ് ഏക സിവിൽ കോഡ് അവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അഥവാ ഹിന്ദു സിവിൽ കോഡ് അനുസരിച്ചായിരിക്കണം അവിടെയുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇനി വിവാഹവും വിവാഹമോചനത്തിനും നിയമവിധേയമായി നടത്തേണ്ടത് എന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തൊരു സംസ്ഥാന നിയമം പാസാക്കിയിരിക്കുന്നു. ഇനി സ്വാഭാവികമായും തൊട്ടടുത്ത് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെ ഘട്ടം ഘട്ടമായി ഈ ഒരു അപകടം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമതായി,
നമ്മുടെ രാജ്യത്തും ലോകത്തും നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് പരിശുദ്ധമായ ബാബരി മസ്ജിദും അതിന്റെ തകർച്ചയും. അതുമായി ബന്ധപ്പെട്ട അന്തിമ വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചപ്പോ ആ സുപ്രീം കോടതി പ്രധാനപ്പെട്ട 2-3 കണ്ടെത്തലുകൾ പറഞ്ഞിരുന്നു. ഒന്ന്, ആ പള്ളി നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തേത്, അവിടെ ഒരു രാമക്ഷേത്രം തകർത്തു എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ക്ഷേത്രം തകർത്തുകൊണ്ടാണ് പള്ളി നിർമ്മിച്ചത് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ചരിത്രപരമായിട്ടോ ഖനനങ്ങളിലൂടെയോ മറ്റു സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ അന്വേഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെ ഹിന്ദുത്വവാദികൾ രാജ്യത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള ഒരു തെളിവും സമർത്ഥിക്കാനോ സ്ഥിരീകരിക്കാനോ സാധ്യമായിട്ടില്ല. ഇത് മുസ്ലിങ്ങൾ പറഞ്ഞതല്ല, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞതാണ്. ഇത് പറഞ്ഞതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു, എങ്കിലും ഒരു മഹാഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഈ പള്ളി നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ ഈ കോടതി വിധിക്കുന്നു. മുസ്ലിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് 5 ഏക്കർ ഭൂമി നൽകിയിട്ട് അവിടെ പള്ളി നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങളെ മാത്രമല്ല, രാജ്യത്ത് നീതിബോധമുള്ള ഏത് പൗരനെയും ഞെട്ടിക്കുന്നൊരു വിധിന്യായമായിരുന്നു അത്. പക്ഷേ അതിനെതിരെ വലിയ കോലാഹലങ്ങളോ പ്രതിഷേധങ്ങളോ നമ്മുടെ നാട്ടിലുണ്ടായില്ല. കാരണം ആ വിധിന്യായത്തോട് കൂടെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. 1991 നമ്മുടെ രാജ്യത്ത് പാസാക്കപ്പെട്ട ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട്. ആരാധനാലയ സംരക്ഷണ നിയമം അനുസരിച്ചുകൊണ്ട് 1947 ഓഗസ്റ്റ് 15 ഈ രാജ്യത്ത് ഏതെല്ലാം സമുദായത്തിന്റെ കൈവശമുള്ള ആരാധനാലയങ്ങളുണ്ടോ അതെല്ലാം ആ 1947 ഓഗസ്റ്റ് 15 ആരുടെ കൈവശമാണുള്ളത് അവരുടെ കൈവശമായിരിക്കും അതിന്റെ ഉടമസ്ഥാവകാശം. അഥവാ ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടാലും ഇനി മറ്റൊരു പള്ളിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമാകാത്ത വിധം സുദൃഢമായ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധിന്യായം പുറപ്പെടുവിച്ചത്. ദൗർഭാഗ്യവശാൽ അതിനുശേഷം ഏതാനും മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല മുസ്ലിം പള്ളികൾക്ക് നേരെ, അജ്മീർ ദർഗക്ക് നേരെ ഉൾപ്പെടെ അവിടെയെല്ലാം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ ഹർജി ചെല്ലുന്നു. ഇങ്ങനൊരു ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ആ ഹർജി കോടതി സ്വീകരിക്കുന്നു. അവിടെ സർവേക്ക് ഉത്തരവിടുന്നു, അവിടെ പരിശോധനയ്ക്ക് ഉത്തരവിടുന്നു, അവിടെ ഖനനത്തിന് ഉത്തരവിടുന്നു. ഈ ആരാധനാലയ സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ഇനിയും പുതിയ പുതിയ ബാബരി മസ്ജിദുകൾ ആവർത്തിക്കാൻ ആവശ്യമായ വഴികൾ തുറന്നെടുക്കുന്ന വളരെ ക്രൂരമായ നിലപാടുകളാണ് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി സ്വീകരിച്ചു വന്നത്. ഇങ്ങനൊരു ഘട്ടം വന്നപ്പോഴാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ഹർജിയുമായി ചെല്ലുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മറ്റു മുസ്ലിം സംഘടനകളെല്ലാം ഹർജിയുമായി വരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഹർജിയിൽ പറഞ്ഞത്, ഇവിടെ ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ ബാബരി മസ്ജിദിന്റെ വിധിന്യായത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞതാണ്, ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്, മറ്റു ആരാധനാലയങ്ങൾക്ക് അതിന്റെ തണലിൽ സംരക്ഷണം ലഭ്യമാകും. മറ്റൊരു ബാബരി മസ്ജിദ് ആവർത്തിക്കാതിരിക്കാൻ മറ്റേതെങ്കിലും മതവിഭാഗത്തിന് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്ക് മേൽ അന്യായമായി അവകാശവാദം ഉന്നയിക്കാനും നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും ലഹളകളും ഉണ്ടാക്കി മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ ആർക്കും അവസരമില്ലാത്ത വിധം ഈ ആരാധനാലയ സംരക്ഷണ നിയമം ശക്തമായി നിലകൊള്ളും എന്ന പ്രതീക്ഷയിലായിരുന്നു മുസ്ലിം സമൂഹം. സുപ്രീം കോടതിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉൾപ്പെടുന്ന മുസ്ലിം സംഘടനകൾ ഹർജി നൽകി. താൽക്കാലികമായിട്ടെങ്കിലും ആരാധനാലയ സംരക്ഷണ നിയമം മറികടന്നുകൊണ്ട് കോടതി നൽകിയിട്ടുള്ള വ്യവഹാരങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും തടഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റേ നൽകിയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, വളരെ ഗൗരവതരമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായവുമായി ചേർന്ന് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും മുസ്ലിം സമുദായം
ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കാതെ ഇതാണ് സമുദായത്തിന്റെ ഏറ്റവും ഗൗരവതരമായ പ്രശ്നമെന്ന് തിരിച്ചറിയാനും മുസ്ലിം സംഘടനകളൊക്കെ സ്വയം ശക്തിപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ കർമ്മ പദ്ധതികളും അജണ്ടകളും ഒക്കെ ഈ സമുദായത്തിന്റെ നന്മയ്ക്കു വേണ്ടി, ഈ സമുദായത്തിന്റെ ഗുണത്തിനു വേണ്ടി, ഈ സമുദായത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള കൂട്ടായ്മയ്ക്കു വേണ്ടി ശക്തി പകരേണ്ട സന്ദർഭമാണിത്. ദൗർഭാഗ്യവശാൽ അത്തരം ഗൗരവതരമായ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ചില ബിദായി പ്രസ്ഥാനങ്ങൾ, കേരളത്തിൽ ഉൾപ്പെടുന്ന ബിദായി പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ ഇന്നും ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ സംഗതി. നമ്മൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 100 വർഷ ചരിത്രത്തിനിടയിൽ ഇന്നുവരെ ഒരു മുസ്ലിം സംഘടനക്കെതിരെയും സമസ്ത ശിർക്കും കുഫറും ആരോപിച്ചിട്ടില്ല. ഇന്നുവരെ ഒരു മുസ്ലിം സംഘടനക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് നിങ്ങൾ ഇസ്ലാമിന് പുറത്താണെന്ന് പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമ ആകെ ഖാദിയാനികൾ മുസ്ലിങ്ങളല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുലമ മാത്രമല്ല, ലോകത്തെ പണ്ഡിത സഭകളെല്ലാം പിൽക്കാലത്ത് അംഗീകരിക്കപ്പെടുകയുണ്ടായി. പക്ഷേ ഒരു മുസ്ലിം സംഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളല്ല, നിങ്ങൾ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണെന്ന ഗൗരവതരമായ ആരോപണം സമസ്ത കേരള ജംഇയ്യത്തുലമ ഉന്നയിച്ചിട്ടില്ല. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുലമ ബിദായി പ്രസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ആശയപരമായി വൈകല്യം സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് ആശയപരമായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ആശയപരമായി വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ബിദായി പ്രസ്ഥാനങ്ങൾ യഥാർത്ഥ ദീനിന്റെ മാർഗമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പാതയിലേക്ക് തിരിച്ചു വരണം. അതിന് നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിലും ശൈലിയിലും നിരന്തരമായ ഉത്ബോധനം നടത്താനും ആദർശ പ്രചാരണം നടത്താനുമാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുലമ മുന്നോട്ട് വന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുലമ മദ്രസകളിലൂടെ, ദർസുകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, മതപ്രഭാഷണങ്ങളിലൂടെ, അതിന്റെ എല്ലാ പ്രചാരണ സംവിധാനങ്ങളിലൂടെയും വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെയുമെല്ലാം ദീൻ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും പ്രാധാന്യം കൊടുത്തു. നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സന്ദർഭത്തിൽ പലപ്പോഴും സമുദായത്തിൽ അനൈക്യമുണ്ടാക്കാൻ പല ആളുകളും രംഗത്ത് വന്നപ്പോഴും അവിടെയും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കന്മാർ വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സ്വീകരിച്ചത്. ശരീഅത്ത് വിവാദ കാലത്തൊക്കെ ബിദായി പ്രസ്ഥാനങ്ങളുമായി കൂടിയിരുന്നാൽ ആദർശം ചോർന്നു പോകുമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് അകത്തുണ്ടായിരുന്ന ആളുകൾ പോലും പറഞ്ഞപ്പോഴും സംഘടനാപരമായ നഷ്ടങ്ങളെക്കാൾ പ്രധാനം ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കണമെന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ച് ആ തീരുമാനം നടപ്പിലാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. വേണമെങ്കിൽ സംഘടനാപരമായ സങ്കുചിത്വം ആരോപിക്കുന്ന ആളുകൾ, ഇടുങ്ങിയ ചിന്താഗതി ആരോപിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ വിശാലമായ മനസ്കതയെ തിരിച്ചറിയാൻ സാധിക്കണം. സമസ്ത ഒരിക്കലും ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമുദായത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുലമ വിഭാവന ചെയ്യുന്ന വിശുദ്ധമായ ആദർശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അംഗീകരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നത് ശിർക്കാണ്, കുഫറാണ്, അവരുടെ ആരാധനാലയങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളെ ചൂണ്ടിയിട്ട് അത് ക്ഷേത്രങ്ങളാണ്, ആ പള്ളികളിൽ ഇമാമ നിൽക്കുന്ന പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ പൂജാരികളാണെന്ന് പറഞ്ഞപ്പോ എന്തേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ ഇങ്ങനെ പറയാൻ പാടില്ല? ഈ മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലത്ത് ഇങ്ങനെ പള്ളി ഇമാമുമാരെ ഇത്ര മോശമായ പ്രയോഗം നടത്താൻ പാടില്ല, പള്ളികളെ കുറിച്ച് ഇത്തരം പേരുകൾ വിളിക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കുന്ന ആരെയും നമ്മൾ കണ്ടെത്തിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അതിന്റെ പ്രഖ്യാപിതമായ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവിടെ ആദർശ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പല ആളുകളും പറയുന്നു ആദർശ സമ്മേളനം നടത്താൻ പാടില്ല. ആദർശ സമ്മേളനം നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും. സമസ്ത കേരള ജംഇയ്യത്തുലമ പുതിയൊരു ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സമ്മേളനങ്ങൾ നടത്തുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഭരണഘടനയിൽ പറയുന്ന 1-ാമത്തെ വകുപ്പ് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമായ
അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക. രണ്ടാമത്തെ വകുപ്പ് ഈ സുന്നത്ത് ജമാഅത്തിനെതിരായി വരുന്ന ബിദ്അഈ ആശയങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക. ഈ ഭരണഘടനയിലെ വകുപ്പ് ഈ നിമിഷം വരെ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനാപരമായ അതിന്റെ സ്ഥാപിത ലക്ഷ്യമായ ആദർശ പ്രചാരണങ്ങളുമായി ഏതറ്റം വരെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുമെന്ന് ഈ ആദർശ സമ്മേളനത്തിനെതിരായി തിരിഞ്ഞിരിക്കുന്ന ആളുകളെ വിനയപുരസ്സരം ഉറപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒരിക്കലും ഇവിടെ വിവാദത്തിനു വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങളല്ല, വിവാദത്തിനു വേണ്ടിയിട്ടുള്ള പരാമർശങ്ങളല്ല, വിവാദമുണ്ടാക്കുന്നതിന് വേണ്ടിയോ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്കെതിരെ ശിർക്കും കുഫറും അതിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പൂജാരികൾ എന്ന് വിളിക്കുന്ന അതിന്റെ പള്ളികൾ ക്ഷേത്രത്തോട് തുലനം ചെയ്യുന്ന മോശമായി സഹോദര സമുദായം പോലും പ്രയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തിലെ ദീനീ ദഅവ സംരംഭങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ഇവിടുത്തെ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും അതിനെ സമസ്തയുടെ ഭരണഘടനയിൽ പറയുന്ന അതേ നിയമവിധേയമായി പ്രതിരോധിക്കാൻ ഈ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളും പ്രവർത്തകന്മാരും മുന്നിലുണ്ടാകും. ആ ദൗത്യമാണ് ഈ ആദർശ സമ്മേളനങ്ങളിലൂടെ നമ്മുടെ സംഘടന ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതൊരു സംഘടനയാണ്, അതൊരു പണ്ഡിത പ്രസ്ഥാനമാണ്. ആ പണ്ഡിത പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആദർശപരമായ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് കീഴിലുള്ള സംഘടനകളെ, സ്ഥാപനങ്ങളെ, മഹല്ലുകളെ, മദ്രസകളെ, വിദ്യാഭ്യാസ സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായ അതിന്റെ നടപടിക്രമമാണ്. സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സംവിധാനങ്ങളാണെങ്കിലും ആ സംവിധാനങ്ങൾ സമസ്തയുടെ മേൽവിലാസത്തിലാണെങ്കിൽ അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് മുന്നോട്ട് പോകണം. അല്ല, ഞങ്ങൾക്ക് സമസ്തയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, സമസ്തയുമായിട്ടൊരു കടപ്പാടുമില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് ആരെങ്കിലും പിരിഞ്ഞു പോരുകയാണെങ്കിൽ ആ പിരിഞ്ഞു പോയവർക്ക് നേരെ ഒരിക്കലും സമസ്തയുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകാറില്ല. സമസ്തയുടെ ചരിത്രത്തിൽ പലരും സമസ്തയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്, പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, പലരും രാജിവെച്ച് പോയിട്ടുണ്ട്, പലരും സ്വതന്ത്രമായ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, പലരും സ്വന്തം സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്, പല കള്ളത്തൊരീക്കത്തുകാരെയും മാറ്റിവെച്ചിട്ടുണ്ട്. അവർക്ക് നേരെ ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങൾ ഈ നിയമം പാലിക്കണം, നിങ്ങൾ ഈ അച്ചടക്കം പാലിക്കണം എന്ന് പറയാൻ പുറകെ പോയിട്ടില്ല. പക്ഷേ സമസ്തയുടെ മേൽവിലാസത്തിൽ മുന്നോട്ട് പോകുന്ന ഏത് സംരംഭമാണെങ്കിലും അതിന്റെ ഒരു സാധാരണ ഉത്തരവാദപ്പെട്ട പ്രവർത്തകനാണെങ്കിൽ പോലും ആ പ്രവർത്തകൻ സമസ്തയുടെ സംഘടനാപരമായ, ആശയപരമായ, നയപരമായ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥമാണ്. ഇതൊരു പുതിയ കാര്യമല്ല. സംഘടനാപരമായ പ്രാഥമികമായ കാര്യങ്ങൾ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുള്ള കാര്യമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, CIC-യുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായി നമ്മുടെ സംഘടനാ നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, സംഘടനയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ചു വരുന്നൊരു സംവിധാനം, ആ സംവിധാനം സ്വാഭാവികമായും സംഘടനയുടെ അതിന്റെ പ്ലാറ്റ്ഫോമിനകത്ത് വളരുമ്പോൾ സ്വാഭാവികമായും സംഘടനയുടെ നിയമങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. അത് അനുസരിക്കാൻ ബാധ്യതയില്ലാത്ത വിധം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, ഒരിക്കലും ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നില്ലെന്ന് പ്രതീക്ഷിച്ച നമ്മുടെ നേതാക്കന്മാർ അവർക്കെതിരായിട്ടുള്ള ചില സമീപനങ്ങൾ അതിന്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വന്നപ്പോ സ്വാഭാവികമായും സമസ്ത ഇടപെട്ടു. സമസ്തക്ക് ആ സംവിധാനത്തോട് അസൂയ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനായിരുന്നുവെങ്കിൽ, ആ വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള എന്തെങ്കിലും വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ 3 വർഷക്കാലം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ഒരാഴ്ച കൊണ്ട് തീരുമാനമാക്കാമായിരുന്നു. കാരണം എന്താണ്? സമസ്തയുടെ അതിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, യെസ് ഓർ നോ മറുപടിക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ സമസ്ത അതിൽ നിന്നില്ല. ക്ഷമിച്ചും സഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും നിരന്തരമായ ചർച്ചകൾക്കൊടുവിലാണ് 3 വർഷത്തിന് ശേഷം അതിലൊരു അന്തിമമായ തീരുമാനം സമസ്ത മുഷാവറ പ്രഖ്യാപിച്ചത്. എന്താണ് കാരണം? വാഫി വഫിയ സംവിധാനം. നിങ്ങൾ പലരും നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടാകും. എന്താണ് ചേർക്കാൻ കാരണം? ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് വർഷങ്ങളോളം ഓരോ അധ്യയന വർഷവും അതിന്റെ പരസ്യവാചകം വന്നിരുന്നു പത്രങ്ങളിൽ. ആ പരസ്യത്തിൽ വന്നിരുന്ന ഏറ്റവും മുകളിലത്തെ വാചകം എന്തായിരുന്നു? വാഫി വഫിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു എന്ന പരസ്യവാചകം വരുമ്പോ
ആ പോസ്റ്ററിന്റെ അല്ലെങ്കിൽ ആ പരസ്യത്തിന്റെ ഏറ്റവും മുകളിലത്തെ വാചകം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന പേരിൽ ഒരു പരസ്യവാചകം വന്നാൽ, ഒരു സ്ഥാപനത്തിന്റെ പരസ്യം വന്നാൽ, ഒരു കോഴ്സിന്റെ പരസ്യം വന്നാൽ, ആ പരസ്യം കാണുന്ന സാധാരണ രക്ഷിതാക്കൾ എന്ത് മനസ്സിലാക്കും? ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് ചേർക്കാം, എന്റെ മകനെ ചേർക്കാം, എന്റെ മകളെ ചേർക്കാം, എന്റെ നാട്ടുകാരിലായിട്ടുള്ള പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ചേർക്കാം. കാരണം എന്താണ്? അത് സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് ആണ്, സമസ്തയുടെ ശിക്ഷണത്തിൽ വളരുന്ന സംവിധാനമാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സധൈര്യം അവിടെ കൊണ്ടുപോയി ചേർക്കാം. 5-8 വർഷം കോഴ്സ് പൂർത്തിയായി തിരിച്ചു വരുമ്പോ സമസ്തയെ അംഗീകരിക്കുന്ന ആദർശ വ്യതിയാനമില്ലാത്ത അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയം ഉൾക്കൊള്ളുന്ന, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ഉസ്താദുമാരെ ആദരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും മുസ്ലിം സമുദായത്തിന്റെ നന്മക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, തന്റെ ശിഷ്ടകാല ജീവിതം ദീനിനും സമുദായത്തിനും ഖിദ്മത്ത് ചെയ്യാൻ തൽപരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കും, ഒരു പണ്ഡിതയായിരിക്കും അവിടെ നിന്ന് പുറത്തു വരിക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവിടെ വിദ്യാർത്ഥികളെ ചേർക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ആളുമർത്തവുമായി വിദ്യാർത്ഥികൾ വളർന്നു വന്നു. കുട്ടികൾ എണ്ണം കൂടി, സ്ഥാപനങ്ങൾ എണ്ണം കൂടി, വിപുലമായ സംവിധാനമായി, ഏകദേശം വിപുലമായ സംവിധാനമായി. ഇനി ഒരു പക്ഷേ സംഘടനയുടെ സംവിധാനമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഇത് എനിക്ക് തന്നെ സ്വന്തമായി നടത്തിക്കൊണ്ടു പോകാമെന്ന ഒരു അഹങ്കാരവും ആത്മവിശ്വാസമൊക്കെ വന്നപ്പോ വളരെ തന്ത്രപരമായി നമ്മുടെ ആദരണീയരായ ഉസ്താദുമാര് പോലും അറിയാതെ അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. ആ ഭരണഘടന ഭേദഗതി ചെയ്തപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ ക്ഷണിച്ച, സംഭാവന സ്വീകരിച്ച, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഭൂമിയും പണവും സംഭാവനയും വാങ്ങി കെട്ടിപ്പൊക്കിയ വിദ്യാഭ്യാസ സംവിധാനം നടത്തുമ്പോ ആ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇടപെടാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു അവകാശവും ഇല്ലാത്ത വിധത്തിലേക്ക് അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്താൽ ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉത്തരവാദപ്പെട്ട സംഘടന എന്ത് ചെയ്യണം? സ്വാഭാവികമായും അതിനെ ആ ഭരണഘടനാ ഭേദഗതി പിൻവലിച്ചുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് ആ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് പഴയ ഭരണഘടനയിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടില്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ പലതവണ ആവശ്യപ്പെട്ടു. ഈ നിമിഷം വരെ ആ ഭരണഘടനാ ഭേദഗതി റദ്ദ് ചെയ്യാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധമായില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു മറ്റു പല കാര്യങ്ങളും, ഇങ്ങനെ സമാനമായ പല കാര്യങ്ങളും. അടിസ്ഥാനപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ബന്ധവുമില്ലാത്ത സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറുന്ന ഭരണഘടനാ ഭേദഗതി ഉണ്ടായി. ഇത്തരത്തിൽ അതിനെ ഉസ്താദുമാർ ഇടപെട്ടുകൊണ്ട് ആ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ വെച്ച് അതിന്റെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയപ്പോ ആ ചർച്ചകളെയൊക്കെ വളരെ ദാഷ്ട്യത്തോടുകൂടിയും ധിക്കാരത്തോടുകൂടിയുമാണ് ബന്ധപ്പെട്ട ആളുകൾ സമീപിച്ചത്. ഇങ്ങനൊരു ഘട്ടം വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന, ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിക്ക് പങ്കാളിത്തമുള്ള, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സഹകരിക്കുന്നതല്ല എന്ന് 2 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ചർച്ചകൾ നടക്കും. ചർച്ചകൾക്ക് ശേഷം വിഷയങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കുകയാണെങ്കിൽ അപ്പോൾ സമസ്ത അതിന്റെ തീരുമാനം പ്രഖ്യാപിക്കും. 1.5 വർഷം മുമ്പ് പറഞ്ഞു. ആ പ്രഖ്യാപനം വന്നപ്പോഴാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇത് സ്വന്തം എൻറ്റിറ്റിയാണ്, ഇത് സ്വതന്ത്ര സംവിധാനമാണ്, ഇത് സ്വതന്ത്രമായ ഒരു സൊസൈറ്റിയാണ്, ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്നല്ല പറഞ്ഞത്, ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാണക്കാട് സാദാത്യങ്ങൾ എന്നല്ല പറഞ്ഞത്, ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇതിന്റെ ജനറൽ ബോഡിയാണ് എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇതിന്റെ ജനറൽ ബോഡിയാണ്, ഇതൊരു സൊസൈറ്റിയാണ്, ഇതൊരു സ്വതന്ത്ര ബോഡിയാണ്, ഇത് സ്വന്തം എൻറ്റിറ്റിയാണ് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ആദ്യം നൽകിയ സൂചന സത്യസന്ധമാണെന്ന് നമ്മുടെ നേതാക്കൾ ആരും വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉത്തരവാദപ്പെട്ട സംഘടന എന്ത് ചെയ്യണം?
സമസ്ത കേരള ജമിയത്തുലമയുടെ മേൽവിലാസത്തിൽ വളർന്നു പന്തലിച്ചൊരു സംവിധാനത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. ആ ഭരണഘടന ഭേദഗതി ചെയ്തു എന്ന് മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇതിന് സമസ്തയുമായി ബന്ധമില്ല, സമസ്തക്കാർക്ക് തന്നെ അറിയാം ഇത് സമസ്തയുടെ കീഴിലല്ല, ഇതിന് സ്വതന്ത്രമായ ജനറൽ ബോഡിയുണ്ട്, ഇത് സ്വന്തം എൻറ്റിറ്റിയാണ്, ഇതിന് പ്രത്യേകം സൊസൈറ്റിയാണ്, ആ സൊസൈറ്റിയുടെ കീഴിലാണ് ഇതെന്ന് പരസ്യമായി പറഞ്ഞു. സമസ്ത എന്ത് ചെയ്യണം? സമസ്ത കേരള എന്ത് ചെയ്യണം? സമസ്ത കേരള ജമിയത്തുലമക്ക് വേണമെങ്കിൽ അപ്പോൾ പറയാമായിരുന്നു, ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചത് കൊണ്ട് ഇനി സമസ്തക്കതുമായി ബന്ധമില്ല. പക്ഷെ സമസ്ത പറഞ്ഞില്ല. ആ സംവിധാനം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കം കുറിച്ചു. വീണ്ടും ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്കൊടുവിൽ അവസാനം ആദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്തയുടെ നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കൾ ഇവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഒരു 9 ദിന പരിഹാര വ്യവസ്ഥയുണ്ടാക്കി. 9 ദിന പരിഹാര വ്യവസ്ഥയുണ്ടാക്കി. ആ വ്യവസ്ഥയെ കുറിച്ച് നമ്മുടെ മധ്യസ്ഥന്മാർ പല ഒരു ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമുണ്ടാക്കിയിട്ടുള്ള ആ 9 വ്യവസ്ഥകളെ കുറിച്ച് അവർ തീരുമാനിച്ചത് എന്താണ്? ആ 9 വ്യവസ്ഥ സമസ്തയുടെ മുഷാവർ അംഗീകരിക്കുക, ആ 9 വ്യവസ്ഥ CACയുടെ സെനറ്റും അംഗീകരിക്കുക. ഈ 2 കമ്മിറ്റിയും ഈ 9 വ്യവസ്ഥകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. സമസ്ത മുഷാവർ അംഗീകരിക്കണം, അതേപോലെ CACയുടെ കമ്മിറ്റിയും അംഗീകരിക്കണം. ഈ 2 കമ്മിറ്റിയും ഈ മധ്യസ്ഥന്മാർ തയ്യാറാക്കിയ വ്യവസ്ഥ. ആരാണ് മധ്യസ്ഥന്മാർ? സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു മധ്യസ്ഥന്മാരെ കിട്ടാനുണ്ടോ? അവരുണ്ടാക്കിയ മധ്യസ്ഥ ഫോർമുല. ആ മധ്യസ്ഥ ഫോർമുലയിൽ പറഞ്ഞ കാര്യം എന്താണ്? ആ 9 വ്യവസ്ഥകൾ സമസ്തയുടെ മുഷാവർ അംഗീകരിച്ചു കൊള്ളുക, ആ 9 വ്യവസ്ഥകൾ CAC അംഗീകരിക്കുക. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് താല്പര്യമുള്ളവരായിരുന്നുവെങ്കിൽ, ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ, ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് താല്പര്യം മാത്രമല്ല, ഇവരൊക്കെ നാഴികക്ക് 40 വട്ടവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പാണക്കാട് സാദാത്യങ്ങളെ ബഹുമാനിക്കുന്ന, മുസ്ലിം ലീഗിനെ ബഹുമാനിക്കുന്ന ആ 2 പ്രസ്ഥാനങ്ങളും കുടുംബവും സംവിധാനവുമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ അവരുൾപ്പെടെ ഉണ്ടാക്കിയിരുന്ന ഈ മധ്യസ്ഥ ഫോർമുല അവർ അംഗീകരിക്കുമായിരുന്നു. അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ 9 ഫോർമുല സമസ്ത മുഷാവറയിൽ വെച്ചു. ആ 9 വ്യവസ്ഥകളും വായിച്ചതോടുകൂടി അവിടെ ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. ഉസ്താദുമാർ, മുഷാവർ അംഗങ്ങൾ പറഞ്ഞു, ഇത് പാണക്കാട് തങ്ങളും സമസ്തയുടെ ആലിമീങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഉമറാക്കളും ഒരുമിച്ചുണ്ടാക്കിയ ഒരു ഫോർമുലയാണ്, അത് നമ്മൾ അംഗീകരിച്ചു. സമസ്ത മുഷാവറ ആ മധ്യസ്ഥന്മാർ മുന്നോട്ട് വെച്ച 9 വ്യവസ്ഥ അംഗീകരിച്ചു. പിന്നെന്താ വേണ്ടത്? ആ 9 ഇന വ്യവസ്ഥ മധ്യസ്ഥന്മാരുണ്ടാക്കിയ ആ വ്യവസ്ഥ CAC അംഗീകരിക്കണം. CACയുടെ സെനറ്റ് ചേർന്നിട്ട് പത്രത്തിൽ കൊടുത്തു, ഞങ്ങൾ അംഗീകരിച്ചു. കേരളത്തിലും വിദേശത്തുമുള്ള ഇവർക്കൊക്കെ സംഭാവന നൽകുന്ന വലിയ വലിയ ധനാഢ്യന്മാർക്ക്, മുതലാളിമാർക്ക് അയച്ചു കൊടുത്തു. ഇതാ 9 വ്യവസ്ഥ, ഇതാ ഈ 9 വ്യവസ്ഥ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു എന്ന്. മധ്യസ്ഥന്മാർ പറഞ്ഞിരുന്നു, ഞങ്ങൾ അംഗീകരിച്ചതിന്റെ മിനിറ്റ്സിന്റെ കോപ്പി സഹിതം സമസ്ത മുഷാവറക്ക് അയച്ചു കൊടുക്കണം. സമസ്ത മുഷാവറക്ക് കോപ്പി വന്നപ്പോ അതിൽ 9 വ്യവസ്ഥയില്ല, അതിൽ 7 വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 7 വ്യവസ്ഥയും തല തിരിച്ചാണ് എഴുതി വെച്ചത്. 7 വ്യവസ്ഥയും തലതിരിച്ചാണ് എഴുതി വെച്ചത്. നിങ്ങൾക്കാർക്കും, നിങ്ങളൊക്കെ സമസ്തയുടെ പ്രവർത്തകരും ഭാരവാഹികളുമാണല്ലോ, നാളെ സേളാരിയിലെ സമസ്താലയത്തിൽ പോയി കഴിഞ്ഞാൽ, അവിടുത്തെ മാനേജർ സമീപിച്ചു കഴിഞ്ഞാൽ, മധ്യസ്ഥന്മാരുണ്ടാക്കിയ 9 വ്യവസ്ഥ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇവർ കൊടുത്ത മധ്യസ്ഥന്മാർ കൊടുത്ത ആ 9 വ്യവസ്ഥയെ 2 എണ്ണം വെട്ടിയിട്ട് 7 എണ്ണം തലതിരിച്ച് കൊടുത്ത് ഇവരെഴുതി വെച്ച വ്യവസ്ഥയും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സമസ്തയെ ധിക്കരിച്ചു, പാണക്കാട് തങ്ങളെ ധിക്കരിച്ചു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമുദായ നേതാക്കളെ ധിക്കരിച്ചു. ഇതിന് സമസ്ത ഉത്തരവാദിയാണോ? സമസ്ത ഇതിന് ഉത്തരവാദിയാണോ? ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 4 വർഷക്കാലം നിരന്തരമായി ക്ഷമിച്ചും സഹിച്ചും ചർച്ചകളോട് മുന്നോട്ട് പോയി. ഇതെല്ലാം ധിക്കരിച്ചു. എന്നിട്ടും സമസ്ത അവസാനിപ്പിച്ചില്ല. ഏതെങ്കിലും വൈകാരികമായ താല്പര്യം കൊണ്ട്, എന്തെങ്കിലും നിക്ഷിപ്തമായ താല്പര്യം കൊണ്ട് അങ്ങനെ ആയിരിക്കാം അതിനെ ധിക്കരിച്ചിട്ടുണ്ടാവുക, അങ്ങനെ ആയിരിക്കാം അവർ ഈ കത്തെഴുതിയിട്ടുണ്ടാവുക. എങ്കിലും നമുക്ക് ചർച്ച നടത്തി പരിഹരിക്കാൻ വഴിയുണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങനെ വീണ്ടും നേതാക്കൾ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചു.
വീണ്ടും ചർച്ചകൾക്കൊടുവിൽ വീണ്ടും ഒരു ചർച്ച നടത്തിയിട്ട് ഈ പ്രശ്നത്തിന്റെ അവസാനത്തെ പോംവഴി ഇത് പരിഹരിക്കാനുള്ള വഴിയുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടി വീണ്ടും ചർച്ചയ്ക്കിരുന്നു. ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് സമസ്തയുടെ നേതാക്കൾ സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടുന്ന ആളുകൾ ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ചർച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? ഈ 9 വ്യവസ്ഥകളും ഇവര് തള്ളിക്കളഞ്ഞതിന് ശേഷവും പിന്നീടും ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എന്തിനാണ്? എങ്ങനെയെങ്കിലും ഈ വിഷയം നല്ല രീതിയിൽ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള അവസാനഘട്ട ശ്രമം വീണ്ടും നമ്മുടെ നേതാക്കൾ ക്ഷമയോടുകൂടി ചർച്ചയ്ക്ക് പോയി. വൈകുന്നേരം 4 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചത്. അസർ നിസ്കാരത്തിന് ശേഷം ചർച്ചയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമസ്തയുടെ ഉസ്താദുമാർ കോഴിക്കോട് ഓഫീസിലെത്തി. അസർ ബാങ്ക് കൊടുത്തു. അവര് അസർ ജമാഅത്തായിട്ട് നിസ്കരിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് പോകാൻ ഒരുങ്ങിയപ്പോ ഉസ്താദുമാർക്ക് ഒരു ഫോൺ കോൾ. ഇതാ CACയുടെ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചല്ലോ. പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലടക്കം പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ടല്ലോ. ഉസ്താദുമാര് പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല, നമ്മളിപ്പോ ചർച്ചയ്ക്ക് പോവല്ലേ, ചർച്ചയ്ക്ക് പോകാൻ സമയത്ത് ചർച്ചയ്ക്ക് മുമ്പ് അങ്ങനെ കമ്മിറ്റി പ്രഖ്യാപിക്കൂലല്ലോ. അല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ കോപ്പി എടുക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ കോപ്പി എടുത്ത് നോക്കിയപ്പോ സമസ്ത പുറത്താക്കിയപ്പെട്ട ആളെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി അവരോധിച്ചുകൊണ്ട് ഈ ചർച്ചയ്ക്ക് 1.5 മണിക്കൂർ മുമ്പ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു വീണ്ടും. എന്നിട്ട് ഉസ്താദുമാര് പറഞ്ഞു, നമ്മള് ഇന്ന് ചർച്ചയ്ക്ക് നിശ്ചയിച്ചതല്ലേ, നമുക്ക് ചർച്ചയ്ക്ക് പോകാം. അവരാ കോപ്പിയും പ്രിന്റ് എടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് പോയി. അവിടെ പോയിട്ട് സംസാരിച്ചു. നമ്മൾ എന്തിനാണ് ഇരിക്കുന്നത്? ഇതാ ഇങ്ങനെ ധിക്കാരപരമായ സമീപനമല്ലേ സ്വീകരിക്കുന്നത്? എല്ലാവരും കൈമലർത്തുന്നു. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് ഈ തീരുമാനമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ CAC വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാർ പരിശുദ്ധമായ റമദാനിൽ പോലും മുഷാവറ യോഗം ചേർന്നുകൊണ്ട് പലപ്പോഴും എത്രയോ യോഗങ്ങൾ ചേർന്ന് എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ച് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തത് എന്തിനാണ്? കുറെ സ്ഥാപനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ല, കുറെ സ്ഥാപനങ്ങൾ ഇനിയും സമസ്തയുടെ ഭാഗമായി നിൽക്കണം താല്പര്യം ഉണ്ടായത് കൊണ്ടല്ല, സ്ഥാപനങ്ങളുടെ താല്പര്യം കൊണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? CACയുടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന അവരുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ പ്രസംഗിച്ചത് എന്താണ്? ഈ 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് അവരുടെ സമ്മേളനത്തിൽ അവർ ഉത്തരവാദപ്പെട്ട ആളെന്താ പ്രസംഗിച്ചത്? അദ്ദേഹം പറഞ്ഞു, CACക്ക് 150-ലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കീഴിൽ 150-ലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 54 സ്ഥാപനങ്ങളാണുള്ളത്. ഇപ്പോൾ 54 സ്ഥാപനങ്ങളാണുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സൂചന നൽകിയപ്പോഴേക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സംവിധാനത്തെ കുറിച്ച് സൂചന നൽകിയപ്പോഴേക്ക് 150-ൽ 54 സ്ഥാപനങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു ഘട്ടം വന്നാൽ സ്ഥാപനങ്ങളെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി സമസ്ത ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സംവിധാനം നിലനിൽക്കണം. ഈ സംവിധാനത്തിലെ തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് ഈ ചർച്ചയിലുടനീളം നമ്മുടെ നേതാക്കൾ സമീപിച്ചത്. പക്ഷേ പരസ്യമായി വീണ്ടും വീണ്ടും ധിക്കാരത്തിന്റെയും ദാക്ഷ്യത്തിന്റെയും സമീപനങ്ങളാണ് മറുഭാഗത്തുണ്ടായത്. ഇതൊരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല എന്ന് കൃത്യമായിട്ട് കണ്ടപ്പോഴാണ് അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ ഈ ചർച്ചയുടെ നാൾവഴികളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സംവിധാനവുമായിട്ട് ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല. അത് സമസ്തയുടെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പത്രത്തിൽ അതിന് റിലീസ് വന്നു. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. സമസ്ത മുഷാവറ തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ആ മുഷാവറയുടെ തീരുമാനം കൃത്യമായിട്ട് സമൂഹത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് അതിനേക്കാൾ വളരെ കൗതുകരമായ കാര്യം, പിറ്റേ ദിവസം ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയാണ്, അത്ര കാലം പറഞ്ഞിരുന്നത് ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തുകാരനാണ്, ഞാൻ സമസ്തയിൽ അഭിമാനം കൊള്ളുന്നവനാണ്, എന്നെ ആര് സമസ്തയിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ ആള് സമസ്ത മുഷാവർ അന്തിമമായി തീരുമാനമെടുത്തപ്പോ പിറ്റേ ദിവസം മലപ്പുറത്ത് പ്രസ് ക്ലബിൽ വന്നിട്ട് പറയാണ്, സമസ്തയെ ശുദ്ധീകരിക്കണം, സമസ്തന്റെ ഡ്രൈവർ മാറണം, സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ്
ഇങ്ങനെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും ഒക്കെ സമസ്തയെ കുറിച്ച് സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് ഉപയോഗിക്കുന്ന അതേ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമക്കെതിരെ ഇപ്പോൾ വ്യാപകമായി അവർ പ്രചാരണം തുടങ്ങിയത്. സ്വാഭാവികമായും എന്താണ് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ ഈ സമൂഹത്തിൽ ചെയ്തത്, ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തായിരുന്നുവെന്ന് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സംഘടനാ പ്രവർത്തകർ, മഹല്ല് ഭാരവാഹികൾ, നാട്ടിലെ പൗരപ്രമുഖർ എല്ലാവരും മനസ്സിലാക്കണം. ഇതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ്. ഈ സ്വാഭാവികമായ നടപടിക്രമങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് വ്യാപകമായി ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അതേപോലെ ഫേസ്ബുക്കുകളിലൂടെ ഒക്കെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ്. ഈ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നേർവഴിയിലാക്കാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിയത് മുഴുവൻ സമസ്തയും മുസ്ലിം ലീഗുമാണ്. ഇത് നേരെയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഈ സംവിധാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെച്ചും മറച്ചുവെച്ചും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സമസ്തയും മുസ്ലിം ലീഗുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ സമസ്തയുടെ പ്രവർത്തകരുമായിട്ട് ശത്രുതയുണ്ടാക്കാനും വിദ്വേഷമുണ്ടാക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പാവങ്ങൾ അതിൽ വീണുപോയിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഒരു പ്രശ്നമില്ല, പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. സമസ്ത കേരള ജമിയത്തുലമക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മുസ്ലിം ലീഗിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം സമസ്തയുടെ ഭാഗത്തും ഉണ്ടാവില്ല. കാരണം എന്താണ്? അത് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന കാര്യമില്ല. അത് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന കാര്യമല്ല. ഇതാണ് പ്രശ്നമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, വ്യാജ പ്രചരണം നടത്തിയ ആളുകൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ സത്യം അതാണ്. മുസ്ലിം ലീഗിന് പ്രയാസകരമാകുന്ന എന്തെങ്കിലും പ്രവർത്തനം സമസ്തയുടെ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ, സമസ്തയുടെ സംഘടനാപരമായ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് സമസ്തക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഒരിക്കലും ഗുണം ചെയ്യില്ല. സമസ്തക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെയോ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമോ? ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ. അതുകൊണ്ട് ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമല്ല. സമസ്ത ഒരു മതസംഘടനയാണ്, അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടുത്തെ പ്രശ്നം സമസ്ത കേരള ജമിയത്തുലമയുടെ മേൽവിലാസത്തിൽ വളർന്നു വലുതായ ഒരു വിദ്യാഭ്യാസ സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ, സമസ്തയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഭരണഘടന പോലും തെറ്റിച്ചുകൊണ്ട് വിഭാഗീയമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ സമസ്ത അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. അത് സമസ്ത കേരള ജമിയത്തുലമയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു നടപടിക്രമമാണ്. കണ്ണൂർ ജില്ലയിലെ എളയാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ CH സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. CH സെന്ററിനെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ ആതുര സേവന മേഖലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കവച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായ ആതുര സേവന പദ്ധതിയാണ് CH സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച എളയാവൂരിലെ CH സെന്ററുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചന്ദ്രിക പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയിൽ പറഞ്ഞത് എളയാവൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH സെന്ററുമായി മുസ്ലിം ലീഗിന് ബന്ധമില്ല. ഇനി മുസ്ലിം ലീഗ് പ്രവർത്തകർ അതിനെ സഹായിക്കേണ്ടതില്ല, സംഭാവന നൽകേണ്ടതില്ല. എന്താ കാരണം പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ ഉപദേശ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളെയും ലംഘിച്ചുകൊണ്ട് സ്വതന്ത്രമായ സ്വഭാവത്തിൽ പാർട്ടിയുടെ ഉപദേശങ്ങളെയും നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ആ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടി പ്രവർത്തകർ അതുമായിട്ട് സഹകരിക്കാൻ പാടില്ല, സംഭാവന കൊടുക്കാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞതാൽ എന്താ ഇതിന് താല്പര്യം? അത് പാർട്ടി നിർവഹിക്കുന്ന സംഘടനാപരമായ ഒരു നടപടിക്രമമാണ്. അതേ പരിപാടിയാണ് സമസ്ത ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നല്ലാതെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെച്ചുകൊണ്ട് ഈ രണ്ട് സംഘടനകളും തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർത്ത് ഇവിടെ പല ആളുകളും മഹല്ലുകളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് കുഴപ്പമുണ്ടാക്കിയാലും എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുലമ ഈ സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിൽ ഇത്ര മഹല്ലുണ്ടാകുന്ന ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല.
ഇത്ര മദ്രസ ഉണ്ടാവുന്ന ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയെ കുറിച്ച് നേരത്തെ ബഹുമാനായ മുഷാവർ അംഗം ഉസ്താദ് സലാം ബാക്കി ഇവിടെ സൂചിപ്പിച്ചു. സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കലും പഠിപ്പിക്കലും അത് സമൂഹത്തിൽ ബോധവൽക്കരിക്കലുമാണ്. അതിന് സമസ്തയുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തും. ആ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ സംഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യവും അജണ്ടയുമാണ് ഈ ദൗത്യം നിർവഹിക്കുക. അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം. അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ മഹല്ലുകളിൽ ഉണ്ടാകണം. അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ സംരംഭങ്ങളിലും ഉണ്ടാകണം. അല്ലാതെ ഇന്ന് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏക സിവിൽ കോഡ് തുടങ്ങിയിട്ടുണ്ട്, വഖഫ് ബോർഡ് ഭേദഗതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഈ സുന്നി മുജാഹിദും ജമാഅത്തും പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സങ്കര സംസ്കാരത്തോട് രാജിയാവാൻ സമസ്തയുടെ പ്രവർത്തകരെ കിട്ടില്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ സങ്കര സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ സങ്കര സംസ്കാരം കൊണ്ട് ഒരു കാര്യവും സമുദായത്തിലില്ല. ഈ സങ്കര സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാൽ ഇവിടെ IS-ലേക്ക് ആളെ കൊണ്ടുപോകാനും ഹിജറ പോകാനും ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഹിജറ പോയ എല്ലാ മുജാഹിദുകാരന്റെയും ജമാഅത്തുകാരന്റെയും തബ്ലീഗുകാരന്റെയും എല്ലാ വൃത്തികെട്ട ഭാണ്ഡങ്ങളെയും ഈ സമുദായം ഒന്നടങ്കം തലയിൽ വെക്കേണ്ട ഗതികേടിലേക്ക് വരും. ഒരിക്കലും സങ്കര സംസ്കാരത്തെ അംഗീകരിക്കാൻ സുന്നി പ്രവർത്തകരെ കിട്ടില്ല എന്ന് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോർമുലയായി വരുന്ന ആളുകൾ തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അന്ധമായ വിദ്വേഷമോ വിരോധമോ അല്ല ഇതിന്റെ പിന്നിൽ. സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിന്റെ സംഘടനാ സംവിധാനങ്ങൾ അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വളരെ സതുദ്ദേശപരമായ താല്പര്യമാണ്. ആ സതുദ്ദേശപരമായ താല്പര്യം അനുസരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അത് യഥാവിധി നടപ്പിലാക്കാൻ വേണ്ടി എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരും സന്നദ്ധമാവുക. ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് ഇതിനെ ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കാതെ ഈ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ എല്ലാവരും മുന്നോട്ട് വരിക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം എത്ര മനോഹരമാക്കിയ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു ഇതിൽ നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.